സഭ സമ്മേളിക്കുകയാണ്. ഗവൺമെന്റ് സ്വീകരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ബഹുമാന്യനായ അംഗം ഇവിടെ പറഞ്ഞത് വളരെ ജനറലൈസ് ചെയ്ത് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത് അദ്ദേഹം പിൻവലിക്കണം സർ. സർ, ഈ നടപ്പ് സാമ്പത്തിക വർഷം 2023-24 ജനുവരി മാസം ആദ്യ ആഴ്ച വരെ സ്ഥാനത്ത് വിതരണം ചെയ്ത മരുന്നുകൾ 554 കോടിയുടേതാണ്. സർ, 2014-15 കാലയളവിൽ ഒരു വർഷം മുഴുവൻ വിതരണം ചെയ്ത മരുന്നുകളുടെ ആകത്തുക 2015-16 256 കോടിയാണ് സർ. സർ, ഇത്ര കണ്ട് വർധനവ് സംസ്ഥാനത്ത് മരുന്ന് വിതരണവുമായി ബന്ധപ്പെട്ട തുകയുടെ വിനിയോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. സർ, അടിസ്ഥാനപരമായി സർ ഇത് സർക്കാരിന് അതൊരു ഓപ്പൺ ആയിട്ടാണ് ഇതിനെ സമീപിക്കുന്നത്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മരുന്ന് ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ സർ, രണ്ട് കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ഉത്തരത്തിൽ പറഞ്ഞത്. ഉദ്യോഗസ്ഥർ പറഞ്ഞതല്ല, ഡെയിലി മന്ത്രിതലത്തിൽ നടത്തുന്ന മോണിറ്ററിങ്ങിലും അതോടൊപ്പം പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഡയറക്ടർമാരും നടത്തുന്ന മോണിറ്ററിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ മുന്നിലുള്ള വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് സർ ഞാൻ പറയുന്നത്. സർ, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സംസ്ഥാന സർക്കാർ ആരോഗ്യ വകുപ്പ് KMCL മുഖേനയാണ് മരുന്ന് പ്രൊക്വയർ ചെയ്ത് വിതരണം ചെയ്യുന്നത്. ഏതാണ്ട് ഞാൻ നേരത്തെ വായിച്ചു 550 മോളിക്യൂൾസ് 837ഓളം മരുന്നുകൾ സർ, അത് എസെൻഷ്യൽ ഡ്രഗ് ലിസ്റ്റിലാണ് പെടുന്നത്. ഒരു വർഷത്തേക്കുള്ള, അതായത് ഈ 2024-25 സാമ്പത്തിക വർഷത്തിലേക്കുള്ള ഇൻറ്റൻറ്റ് തയ്യാറാക്കുന്നത് 2023-24 സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ്. ഏതാണ്ട് 6 മാസം മുമ്പ് ഈ നടപടിക്രമങ്ങൾ ആരംഭിക്കും. ദേശീയ തലത്തിലുള്ള സുതാര്യമായിട്ടുള്ള മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഈ ടെൻഡർ നടപടികളിലൂടെയാണ് സർ ഈ മരുന്നുകൾ പ്രൊക്യൂർമെന്റ് നടപടികൾ നടക്കുന്നത്. സാർ, ഈ എസെൻഷ്യൽ ഡ്രഗ് ലിസ്റ്റിൽ ഉദാഹരണത്തിന് അദ്ദേഹത്തിൻ്റെ ആശുപത്രി പിറവം താലൂക്ക് ആശുപത്രി ഒരു പർട്ടിക്കുലർ മരുന്ന് പാരസിറ്റമോൾ ടാബ്ലറ്റ് 100 എണ്ണം ചോദിച്ചാൽ ജനറിക് നെയിംസിലാണ് സർ ഈ KMCL ഇതിൻ്റെ പ്രൊക്യൂർമെന്റ് നടപടികൾ അല്ലെങ്കിൽ ടെൻഡർ നടപടികൾ സ്വീകരിക്കുന്നത്. 100 എണ്ണം ചോദിച്ചാൽ 3 ഗഡുക്കളായി നൽകും. ഈ 100 എണ്ണവും ഉപയോഗിച്ച് കഴിഞ്ഞാൽ 25% കൂടി അധികം നൽകാനായിട്ട് കഴിയും. രണ്ട് സാഹചര്യം ഉണ്ടാകാം സർ. ഒന്ന്, എസെൻഷ്യൽ ഡ്രഗ് ലിസ്റ്റിൽ ആവശ്യപ്പെട്ട ഇൻറ്റൻറ്റ് പ്രകാരം ആവശ്യപ്പെട്ട മരുന്ന് 100% ഒരു ആശുപത്രി ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 25% കൂടി അധികം നൽകും. അതിനുശേഷം KMCLന് കൊടുക്കാൻ കഴിയില്ല സർ. സാർ, മാനദണ്ഡ പ്രകാരം അതിന് കഴിയുകയില്ല. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? ആശുപത്രിയുടെ വിവിധ സ്കീമുകളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ മരുന്നുകൾ ലഭ്യമാക്കുന്നതിന് സാധിക്കും. അതല്ലെങ്കിൽ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ആ മരുന്നുകൾ ലഭ്യമാക്കാൻ സാധിക്കും. സർ, എസെൻഷ്യൽ ഡ്രഗ് ലിസ്റ്റിൽ ഇല്ലാത്ത മെഡിസിൻ രണ്ടാമത്തെ കാറ്റഗറി എന്ത് ചെയ്യും? എസെൻഷ്യൽ ഡ്രഗ് ലിസ്റ്റിൽ ഇല്ലാത്തത് കാരുണ്യ ഫാർമസി വഴി അവൈലബിൾ ആക്കുന്നതിന് പ്രാദേശികമായി, ഉദാഹരണം എറണാകുളം ജനറൽ ആശുപത്രിയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റികളുള്ള ആശുപത്രിയാണ്, അവിടെയുള്ള മരുന്നുകളുടെ ആവശ്യമല്ല പിറവം താലൂക്ക് ആശുപത്രിയെ സംബന്ധിച്ചുള്ളത്. സർ, ആ രീതിയിൽ അവിടെ ആവശ്യമായിട്ടുള്ള മരുന്നുകൾ പ്രാദേശികമായി കാരുണ്യ ഫാർമസികളിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. ഈ രീതിയിലാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ഒരു പർട്ടിക്കുലർ മരുന്ന് ചൂണ്ടിക്കാണിച്ചാൽ സർ, തീർച്ചയായിട്ടും അത് സംബന്ധിച്ച കൃത്യമായ കാര്യം പറയാം. അദ്ദേഹം പറഞ്ഞത് എനിക്ക് തോന്നുന്നു UDFന്റെ കാലത്തെ കാര്യമാണ് സർ. ഞാൻ അന്നത്തെ പത്രവാർത്തകളൊന്ന് വായിക്കാം സർ. മരുന്ന് വാങ്ങാനാകാതെ മരിക്കേണ്ട ഗതികേട് ഉണ്ടാകുമോ? അന്നത്തെ ഒരു എഡിറ്റോറിയലാണ് സർ. സർ, അതുകൊണ്ട് ഇതിനെ ഓപ്പൺ ആയിട്ട് സമീപിക്കണം. നമുക്ക് ഒരുമിച്ച് ഇക്കാര്യത്തെ സമീപിക്കാം സർ. ഇതിനെ ഇങ്ങനെ ആക്ഷേപിക്കുന്നത് ശരിയായ കാര്യമല്ല. ഒരു കാര്യം കൂടിയുണ്ട് സർ. സർ, കഴിഞ്ഞ ദിവസം ഞാൻ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഒരു ഉദ്ഘാടനത്തിന് പോയപ്പോൾ ബഹുമാന്യനായ ശ്രീ TJ വിനോദ് MLA അദ്ദേഹം എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പറയുകയാണ് ഈ ഫാർമസിയിൽ മരുന്നില്ല എന്നുള്ളത്. സർ, പരിശോധിച്ചപ്പോൾ ഫാർമസിയിൽ പോയിട്ടില്ല. എന്താണ് കാര്യം? ഇങ്ങനെയുള്ള ചില തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണങ്ങൾ നടക്കുകയാണ് സർ. സർ, ഇത് വളരെ വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. സാധാരണക്കാർ ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രികളിൽ ഇങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കുന്നത് തെറ്റായ ഒരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഒരു പർട്ടിക്കുലർ മരുന്ന് സംബന്ധിച്ചാണ് പറഞ്ഞതെങ്കിൽ അത് പരിശോധിക്കാം സർ. ഇത് തെറ്റായ കാര്യമാണ്. സർ, ഈ മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിൽ തീപിടുത്തമുണ്ടായി. 2-3 ആവർത്തിച്ച് തീപിടുത്തമുണ്ടായി. ഇതിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം നടത്തിയിട്ടുണ്ടോ? ഇതൊരു അട്ടിമറിയാണ് എന്നത് ഗവൺമെന്റ് പരിശോധിച്ചിട്ടുണ്ടോ? ഇതിനെ സംബന്ധിച്ച് വിശദമായ അന്വേഷണമുണ്ടോ? അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ ഗവൺമെന്റിന് ലഭ്യമാണോ? സർ, ഇത് സംബന്ധിച്ച് വളരെ കൃത്യമായി തന്നെ ഗവൺമെന്റ് പരിശോധിച്ചിരുന്നു. ഡിസംബർ മാസം അവസാനം ഇതിന്റെ റിപ്പോർട്ട് വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ, ഫയർ സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ്, ഡ്രഗ്സ് കൺട്രോളർ ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ഓഫീസേഴ്സ് ചേർന്ന ഒരു കമ്മിറ്റിയാണ് ഇത് അന്വേഷിച്ചത്. ഈ റിപ്പോർട്ട് ഡിസംബർ മാസം അവസാനം ഗവൺമെന്റിന്റെ പരിഗണനയ്ക്ക് സമർപ്പിച്ചിട്ടുണ്ട്. സർ, ആദ്യം ഒരു റിപ്പോർട്ട്, ഒരു ഇൻട്രീം റിപ്പോർട്ടും അവർ നൽകിയിരുന്നു. സർ, ഇതിൽ പറയുന്ന ഇതിന്റെ അന്തസത്ത, ഇതിൽ ഈ സംഭവങ്ങൾ, ഈ തീപിടുത്തങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഈ
ബ്ലീച്ചിങ് പൗഡർ സൂക്ഷിച്ച ഇടത്തെ ചില ഈർപ്പം ഉള്ള സാഹചര്യങ്ങൾ, അങ്ങനെയുള്ള സാങ്കേതികമായ ചില കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ആ കമ്മിറ്റി നിർദ്ദേശിച്ചതനുസരിച്ചിട്ടുള്ള ക്രമീകരണങ്ങൾ വെയർഹൗസുകളിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ഏതാണ്ട് എല്ലായിടത്തും സ്വീകരിച്ചു. ഇടുക്കി ജില്ലയിൽ മാത്രമാണ് ആ വെയർഹൗസ് പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റേണ്ടതായിട്ടുള്ളത്. സർ, ഈ 2019 കാലയളവിലാണ് ഫയർ NOC സംബന്ധിച്ച കാര്യങ്ങൾ അത് ലഭ്യമാകുന്നതിൻ്റെ മാനദണ്ഡങ്ങളിൽ വ്യത്യാസമുണ്ടായത്. അപ്പം നിലവിലെ ചില വെയർഹൗസുകളിൽ NOC ലഭ്യമല്ലാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ അതിന് മാനദണ്ഡ പ്രകാരമുള്ള വെയർഹൗസുകളിൽ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഒരു കാര്യം കൂടി സാർ അതിനോട് ഒപ്പം ചേർത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ ബ്ലീച്ചിങ് പൗഡറിന്റെ ക്വാളിറ്റി സംബന്ധിച്ച് സംസ്ഥാന ആരോഗ്യ വകുപ്പ് വിശദമായിട്ടുള്ള പരിശോധന നടത്തി. ഡ്രഗ്സ് കൺട്രോളിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ഈ ബ്ലീച്ചിങ് പൗഡർ ക്വാളിറ്റി എൻഷ്വേർഡ് ആണ്, ക്വാളിറ്റി ഉള്ളതാണ് എന്നുള്ളത് കണ്ടെത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തവണത്തെ ശബരിമല മണ്ഡലകാലത്ത് ഉൾപ്പെടെ ഈ ബ്ലീച്ചിങ് പൗഡർ ഉൾപ്പെടെ സംസ്ഥാനത്ത് എല്ലായിടത്തും അത് വിതരണം ചെയ്തിട്ടുമുണ്ട്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇനി മേലിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടി ഇത് സൂക്ഷിക്കുന്ന ഈർപ്പമുണ്ടെങ്കിൽ അല്ലെങ്കിൽ സൺലൈറ്റ് നേരിട്ട് അടിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബൾക്കായിട്ട് ഇത് ചാക്കിൽ സൂക്ഷിക്കുന്ന അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അത് മാനദണ്ഡ പ്രകാരം ഈ കമ്മിറ്റി നിർദ്ദേശിച്ച തലത്തിൽ സൂക്ഷിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും നടപടിക്രമങ്ങളും സ്വീകരിക്കുന്നുണ്ട്. സർ, ശ്രീ മോൻസ് ജോസഫ്. സർ, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞു എല്ലാ സ്ഥലത്തും മരുന്നുകൾ ലഭ്യമാണ്. ഞാൻ സർ കോട്ടയം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസം രോഗികൾ തന്നെ അതിന്റെ വാതിക്കൽ കുത്തിയിരിപ്പ് നടത്തി പ്രതിഷേധിക്കുന്ന സാഹചര്യം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായി. സാർ, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെ MLA-മാർ ഞങ്ങൾ അവിടെ ചെല്ലേണ്ടി വന്നു. സാർ ഞാനൊരു കാര്യം, സാർ ഇത് കേരളം ഒട്ടാകെ നിൽക്കുന്നു എന്നുള്ള നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി പ്രമേയം ഇന്നുണ്ടാകും. അത് തീർച്ചയായിട്ടും ഒരു നല്ല രീതിയിലാകില്ല. കാരണം ഗവർണർ അതൊരു അല്പം മോശമായി തന്നെ കാണിച്ചു എന്നുള്ള ചിന്തയിൽ തന്നെയാണ് സർക്കാരും ഭരണപക്ഷത്തുള്ള എല്ലാവരും തന്നെ. പക്ഷേ ഇപ്പോൾ നടക്കുന്നത് മന്ത്രി വീണ ജോർജ് ചില കാര്യങ്ങൾക്ക് മറുപടി പറയുന്നതായിരുന്നു. പ്രത്യേകിച്ച് ഈ കാരുണ്യ ബെനവലന്റ് ഫണ്ട് അതുപോലെയുള്ള കാര്യങ്ങൾ, സർക്കാർ ഫാർമസികളിൽ മരുന്നില്ല എന്നുള്ളത് തെറ്റായ ഒരു പരാതിയാണ്. അത് തെറ്റിദ്ധരിപ്പിക്കുന്നതായതുകൊണ്ട് തന്നെ പലപ്പോഴും ജനങ്ങൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഈ മരുന്ന് വാങ്ങാൻ പോകുന്നില്ല, അങ്ങനെ മരുന്നില്ല എന്ന് പറയുന്നു. അത് മന്ത്രി തന്നെ നേരിട്ട് കണ്ട ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു എന്ന് മന്ത്രി പറയുകയായിരുന്നു. അതെ.